ഹായ് ഫ്രണ്ട്സ്, വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ലോക്ക്ഡൗൺ കാലത്ത് എങ്ങനെ വെജിറ്റബിൾസ് കൂടുതൽ നാൾ കേടുകൂടാതെ ഫ്രീസറിൽ വെച്ചിരുന്ന് ഉപയോഗിക്കാമെന്ന്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, ഫ്രീസ് ചെയ്യുന്ന വെജിറ്റബിൾസ് കൊണ്ട് കറികൾ ഉണ്ടാക്കിയാൽ നന്നായിരിക്കുമോ എന്ന്. ഇന്ന് ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന പയർ കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഫ്രീസറിൽ നിന്ന് എടുത്ത ഈ പയർ ഒരു 10-15 മിനിറ്റ് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഐസൊക്കെ മാറ്റിയെടുക്കണം. ഇതൊക്കെ കണ്ടില്ല, ഐസ് പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ഐസൊക്കെ നമുക്ക് അലിഞ്ഞു പോകാനായിട്ട് ഒരു 10-15 മിനിറ്റ് റൂം ടെമ്പറേച്ചറിൽ വെക്കണം. എന്നിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. ഇതൊരു 300 ഗ്രാം പയർ അരിഞ്ഞെടുത്തതാണ്. നമുക്കപ്പോൾ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സ്പൂൺ അരി കൂടി ഇട്ട് കൊടുക്കണം. അരി ഒന്ന് ചുമക്കുമ്പോൾ ഒരു മുളക് 3-4 പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പയറിൽ പറ്റിയിരുന്ന ഐസ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പയർ ചേർത്ത് കൊടുക്കണം. ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായി 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ഒരു 3-4 വെളുത്തുള്ളി അല്ലി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കണം. ഇനി ഈ അരപ്പൊന്ന് വേകാനായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് അടച്ച് 1 മിനിറ്റ് കൂടി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിപ്പോൾ തേങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് പോരെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾ ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നല്ല രുചികരമായ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ വെച്ച പയറായതുകൊണ്ട് ഒരു രുചി വ്യത്യാസവുമില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തോരൻ്റെ അതേ രുചി തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഈ കൊറോണ കാലത്ത് പച്ചക്കറികളൊക്കെ കിട്ടാനും പോയി വാങ്ങിക്കാനും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. അതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യണം. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.